GST ഓഫീസിലേക്കാണ് മാർച്ച് നടക്കുന്നത്. ഇപ്പോൾ കളക്ടറേറ്റിന് മുന്നിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. ഇപ്പോൾ GST ഓഫീസിന് സമീപത്തേക്ക് മാർച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈസ് ചാൻസലർ നിയമനത്തിൽ ചാൻസലർക്ക് പരമാധികാരം നൽകുന്ന UGC ചട്ടത്തിനെതിരെ SFI മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ GST ഓഫീസിന് മുമ്പിൽ പോലീസ് ബാരിക്കേഡുകൾ അത് മാർച്ച് തടയുകയാണ്. അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി PM ആർഷോ ആണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. കഴിഞ്ഞ 11 വർഷക്കാലം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം എങ്ങനെയാണോ രാജ്യത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പിടിമുറുക്കുന്നതിനു വേണ്ടിയും സംഘപരിവാരത്തിന് അനുകൂലമാം വിധം ചിന്തിക്കുന്ന തലച്ചോറുകളെ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ മാത്രമാക്കി മാറ്റുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിരുന്നത്, ആ ശ്രമങ്ങളുടെ തുടർച്ച എന്ന നിലയിലാണ് UGC ചട്ടങ്ങളുടെ വന്നത്. നമുക്കറിയാം, ലോകത്തെ മാതൃകയാകുന്നത് വൈവിധ്യങ്ങളെയാകെ ഒരുപോലെ കാണുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഏറ്റവും വലിയ പ്രത്യേകത ഈ രാജ്യത്തിന്റെ ഫെഡറലിസമാണ്. സംഘപരിവാരത്തെ സംബന്ധിച്ച്, രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടനയിലെ വൈവിധ്യമാർന്ന ആശയങ്ങളെ എങ്ങനെയാണോ അവർ ശത്രുപക്ഷത്തുള്ളത്, സമാനമായ നിലയിൽ തന്നെ അവർ ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുള്ള ആശയങ്ങളിൽ ഒന്നാണ് ഫെഡറലിസം. ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ധാരണയുണ്ടാകും. ഭേദഗതിയിലാണ് അതുവരെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെടുന്നത്. ശേഷം ഇങ്ങോട്ട് ഈ കാലയളവ് വരെ നരേന്ദ്രമോദി ഗവൺമെന്റിനെ പോലെ വിദ്യാഭ്യാസത്തിന്റെ ഫെഡറൽ തത്വങ്ങളെ കാറ്റിൽ പറത്തുന്നതിന് വേണ്ടി ശ്രമിച്ച മറ്റു ഭരണകൂടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിന്റെ ഏറ്റവും രൂക്ഷമായ മുഖാണ് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഫെഡറൽ കാഴ്ചപ്പാടിനെ തകർക്കുന്ന നിലയിൽ സംസ്ഥാനങ്ങളുടെ എല്ലാവിധ അവകാശങ്ങൾക്ക് മുകളിലും കടന്നു കയറുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ശ്രമം നടത്തുന്നതിന്റെ തുടർച്ചയിലാണ് പുതിയ UGC ചട്ടങ്ങളുടെ കരട് പുറത്തേക്ക് വരുന്നത്. സംസ്ഥാനത്തെ സർവകലാശാലകൾ രംഗം മുന്നോട്ട് പോകുന്നത് സംസ്ഥാന നിയമസഭ പാസാക്കിയിട്ടുള്ള സർവകലാശാല നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. എന്നാൽ ഇന്നോളം ഈ രാജ്യത്ത് മുന്നോട്ട് വെക്കപ്പെട്ട നിലയിലുണ്ടായിരുന്ന വൈസ് ചാൻസലർ നിയമനം ഉൾപ്പെടെ അതിലുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം, അവകാശം കീറി എറിയുന്ന നിലയിലേക്ക് ഏകപക്ഷീയമായി, ഏകാധിപത്യപരമായി കേന്ദ്ര ഗവൺമെന്റിന് തങ്ങളുടെ ഇഷ്ടക്കാരെ വൈസ് ചാൻസലർ പദവിയിൽ ഉൾപ്പെടെ അവരോധിക്കാൻ പാകത്തിലേക്ക് UGC ചട്ടങ്ങൾ മാറ്റപ്പെടുകയാണ്. ഇതിലൂടെ എന്തെല്ലാമായിരിക്കാം കേന്ദ്ര ഉദ്ദേശിക്കുന്നത് എന്നതിന്റെ ചില രൂപങ്ങൾ പോയ കാലത്ത് കേരളത്തിൽ ചില സർവകലാശാലകളിലും നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ ഇതിനു മുൻപുണ്ടായിരുന്ന സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തി സർവകലാശാലകളുടെ വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള സർവത്ര സാഹചര്യങ്ങളും നിഷേധിച്ച് കേരളത്തിലെ ചില സർവകലാശാലകളിൽ സംഘപരിവാരത്തിന് പ്രിയങ്കരരായ ചില ആളുകളെ വൈസ് ചാൻസലർ പദവിയിൽ തിരികെ കയറ്റിയതിന്റെ അനുഭവങ്ങൾ നമുക്കുണ്ട്, കേരള സർവകലാശാലയിൽ ഉൾപ്പെടെ. അതിന്റെ ഏറ്റവും രൂക്ഷമായ അനുഭവങ്ങൾ ഈ കാലയളവിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവകലാശാലകൾക്ക് വൈസ് ചാൻസലർ ഇല്ല, താൽക്കാലിക വൈസ് ചാൻസലർമാരാണ്. ആ താൽക്കാലിക വൈസ് ചാൻസലർമാരുടെ ക്വാളിഫിക്കേഷൻ എന്ത് എന്ന് ചോദിച്ചാൽ RSSന്റെ ശാഖയിൽ പോയി തലകുമ്പിട്ട് നിൽക്കുന്നുണ്ട് എന്നത് മാത്രമാണ് വൈസ് ചാൻസലർ ആയിരിക്കുന്നതിന് വേണ്ടിയുള്ള യോഗ്യത.
ഇപ്പൊ കേരളയിൽ അങ്ങനെ ഒരാളെ കൊണ്ടുപോയി ഇരുത്തി, മോഹനൻ കുന്നുമ്മൽ. മോഹനൻ കുന്നുമ്മലിന്റെ സർവകലാശാല ഭരണവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ രണ്ടാമത്തെ ടേം ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഇരിക്കുകയാണ്. ഈ കാലയളവിൽ കേരള സർവകലാശാലകരെ അധിക VC-ആയി ഇരിക്കുകയാണ്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം, കേരളത്തിലെ ഈ പ്രസ്തുത സർവകലാശാലകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അദ്ദേഹം എടുത്ത എന്തെങ്കിലും നടപടി കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുൻപിലുണ്ടോ എന്ന് ചോദിച്ചില്ല. അദ്ദേഹം എന്ത് സംഭാവന ഈ കാലയളവിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ മുന്നോട്ട് പോക്കിന് നൽകി എന്ന് ചോദിച്ചാൽ പറഞ്ഞു വെക്കാൻ യാതൊന്നുമില്ല. അദ്ദേഹം നടത്തിയ ഇടപെടൽ എന്താ? പ്രസ്തുത സർവകലാശാലകളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുക. കേരളം ഉൾപ്പെടെ സംഘപരിവാർ വിരുദ്ധ ചേരിയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകൾ, അത്തരം സംസ്ഥാനങ്ങളിലാണല്ലോ ഇവർ ഈ പ്രയോഗം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എടുത്തുപയോഗപ്പെടുത്തുന്നത്. ഇപ്പൊ കേരളത്തിൽ തന്നെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ കേരളത്തിലെ സർവകലാശാലകളുടെ നല്ല മുന്നോട്ട് പോക്ക് അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണല്ലോ പരസ്യമായി സംഘപരിവാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയിലാണല്ലോ സർവകലാശാല ഭരണം പ്രതിസന്ധിയിലാക്കുക, സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ അക്കാദമികപരമായ അവകാശങ്ങൾ അത്രയും നിഷേധിക്കുക. ഈ മോഹനൻ കുന്നുമ്മൽ ഒപ്പിടാത്തതിന്റെ ഭാഗമായിട്ട് 10,000 കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് കേരള സർവകലാശാലയിലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ബിരുദ സർട്ടിഫിക്കറ്റ് ലഭ്യമാകാത്ത സാഹചര്യങ്ങൾ. ഇതേ മോഹനൻ കുന്നുമ്മൽ സംഘപരിവാർ നോമിനി ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത സർവകലാശാല യൂണിയന്റെ പ്രവർത്തനം അനുവദിക്കാത്ത നില ഉണ്ടായിട്ടുള്ളത്. ഈ നിലയിൽ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കുക, സർവകലാശാലകളെ തകർക്കുക എന്നതായിരിക്കും ഇതിന്റെ തുടർച്ചയിൽ ഉണ്ടാകുക. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ സിലബസിനകത്ത്, കരിക്കുലത്തിനകത്ത് ഉൾപ്പെടെ കടന്നു കയറാൻ വേണ്ടിയുള്ള എല്ലാ വാതായനങ്ങളും സംഘപരിവാരത്തിന് തുറന്നിട്ട് കൊടുക്കുക എന്നതുകൂടി എളുപ്പത്തിൽ സാധ്യമാവും. ഈ കാലയളവിൽ ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾ, വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, രാജ്യത്തെ ജനാധിപത്യ സമൂഹം ആകെ വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാണല്ലോ. ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ സിലബസിൽ കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ കടന്നുകയറ്റവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ചരിത്രത്തിൽ സംഘപരിവാരത്തിന് താല്പര്യമില്ലാത്ത, സംഘപരിവാരത്തെ ഇന്ത്യയുടെ ശത്രുക്കളാക്കി നിലനിർത്തുന്ന ഇന്ത്യ ചരിത്രത്തിലെ വൈവിധ്യമാർന്ന ഏടുകൾ അവ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹം പഠിക്കേണ്ടതില്ല എന്ന തീരുമാനം RSS കേന്ദ്രങ്ങൾ എടുത്തത് നടപ്പിലാക്കുന്നതിന് അനുഭവം നമ്മുടെ മുൻപിലുണ്ടല്ലോ. അതിന്റെ തുടർച്ചയിലാണല്ലോ ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗാന്ധിവധം ഉൾപ്പെടെ എടുത്തു മാറ്റപ്പെട്ടത്. കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ചുമതലയുള്ള മന്ത്രി അദ്ദേഹം ഇതിനെ അടിവരയിടുന്ന നിലയിലേക്കുള്ള പ്രസ്താവനകൾ നടത്തുകയാണ്. ഗാന്ധിവധത്തെ കുറിച്ച് വരാനിരിക്കുന്ന തലമുറ പഠിക്കേണ്ടതില്ല എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് കേന്ദ്രത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി. എന്താ കാരണം? ഗാന്ധിവധത്തിന്റെ ഓർമ്മകൾ, ഗാന്ധിവധത്തിന്റെ ചരിത്രം അതത്രയും സംഘപരിവാരത്തെ ഇന്ത്യ വിരുദ്ധ ചേരിയിലായിരിക്കും അടയാളപ്പെടുത്തുക എന്നതിനകത്തൊരു തർക്കമില്ല. RSS മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ ആകൃഷ്ടനായാണ് ഗോഡ്സെ ഗാന്ധിയെ കൊലപ്പെടുത്തിയത് എന്ന് ഈ രാജ്യത്തെ വരാനിരിക്കുന്ന തലമുറ അറിയേണ്ടതില്ല, പഠിക്കേണ്ടതില്ല എന്ന് RSS തീരുമാനിക്കുകയാണ്. ആ തീരുമാനം നടപ്പാക്കുകയാണ്. ഇതിനകം തുടർച്ചയിലാണല്ലോ തൊട്ടപ്പുറത്തെ ജില്ലയിൽ കോഴിക്കോട് NIT-ക്കകത്ത് നമ്മൾ കാണുകയാണ് ഗാന്ധിയെ കൊലപ്പെടുത്തിയ ഗോഡ്സെയെ പ്രകീർത്തിക്കുക. NIT-യിലെ അധ്യാപിക സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രതികരണം നടത്തുന്നു. തൊട്ടടുത്ത മാസങ്ങളിൽ കേവലം അധ്യാപികയായിരുന്നവരെ HOD-യാക്കി പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര ഭരണകൂടങ്ങൾ തയ്യാറാകുകയാണ്, NIT മാനേജ്മെന്റ് തയ്യാറാകുകയാണ്. ഈ നിലയിൽ രാജ്യത്തിന്റെ ചരിത്രത്തെ ഉൾപ്പെടെ വളച്ചൊടിക്കുന്നതിന് വേണ്ടി, രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ സമ്പൂർണ്ണമാംവിധം കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന നിലയിലേക്ക് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞു വെച്ചിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ ഫെഡറൽ കാഴ്ചപ്പാടിനെ പൂർണ്ണമായും വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് കേന്ദ്ര ഭരണകൂടത്തിന്റെ ഇടപെടൽ, ആ ഇടപെടലിന്റെ ഏറ്റവും ഗൗരവ സ്വഭാവത്തിലുള്ളതാണ് പുതിയ UGC ചട്ടങ്ങൾ. സ്വാഭാവികമായും അത് നിയമമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുമായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ആ പ്രതിഷേധം കേവലം രാജ്യത്തെ വിദ്യാർത്ഥികൾ മാത്രം നേതൃത്വം കൊടുക്കേണ്ടുന്ന സമരമല്ല എന്ന തിരിച്ചറിവാണ് ഈ സമൂഹത്തിന് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് SFIക്ക് ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്.
അടിസ്ഥാനത്തിൽ വലിയ ഏകാധിപത്യ പ്രവണത കൊണ്ട് സർവത്ര മനുഷ്യരും അണിനിരക്കേണ്ടുന്ന സമരമായിട്ടാണ് ഇതിനെ കണ്ടുപോകേണ്ടത്. കാരണം ഇത് കേവലം UGC ചട്ടങ്ങൾക്കെതിരായ UGC ചട്ടങ്ങളുടെ ഡ്രാഫ്റ്റിനെതിരായിട്ടുള്ള സമരം മാത്രമല്ല, രാജ്യത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ള മഹത്തായ ആശയങ്ങൾ, ആ ആശയങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നതിന് വേണ്ടി ഒരു ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾക്കെതിരായ സമരാണ്. ഇന്ത്യ എന്ന ആശയത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള RSSന്റെ സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് എതിരായ സമരാണ്. അതുകൊണ്ട് തന്നെ ഈ സമരം രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് എന്നതിൽ തർക്കമില്ല. രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഈ നാടിനകത്ത്, രാജ്യത്തിനകത്ത് അവശേഷിക്കണം എന്ന് കണ്ടുയർന്നു വരുന്ന സമരങ്ങളിൽ രാജ്യത്തെ വിദ്യാർത്ഥികൾ മാത്രമല്ല സമസ്ത മേഖലകളിലെയും മനുഷ്യർ അണിനിരക്കേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ തന്നെ രാജ്യത്തെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സർവത്ര മനുഷ്യരും സമരമുഖത്തുണ്ട്. രാജ്യത്തെ വിവിധ ഗവൺമെന്റുകൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാർ ഇതര ഗവൺമെന്റുകൾ ഈ സമര മുന്നണിയിൽ അണിനിരന്നിട്ടുണ്ട്. ഈ സമരത്തിനെ ദിശ നിർണയിക്കുന്ന പോലെ, ഈ സമരത്തിന് നേതൃത്വമാവിധം പങ്കുവഹിക്കുന്ന നിലയിലേക്ക് കേരളത്തിന്റെ നിയമസഭാ സമ്മേളനത്തിൽ UGC ചട്ടങ്ങളുടെ ഡ്രാഫ്റ്റിനെതിരായ പ്രമേയം പാസാക്കുന്ന നിലയിലുണ്ട്. സമരത്തിന് വഴിവിളക്ക് എന്ന നിലയിൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ നിലയുറപ്പിച്ചിട്ടുള്ള ഘട്ടമാണ്. ഈ സമരമുന്നണിയിലേക്ക്, ഈ സമരത്തിലേക്ക് രാജ്യത്തെ അവസാനത്തെ ജനാധിപത്യ വിശ്വാസിയെയും അണിനിരത്തുക എന്ന രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടി പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് സമര